ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 13 നോമ്പ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 13 നോമ്പ് 13 സ്ലീഹന്മാരെ സ്മരിച്ചു കൊണ്ട് ആണ് നമ്മൾ ഈ നോമ്പെടുക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ ദിവസം, അതായത് 16 ജൂൺ, വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ നാമത്തിൽ നാം ഈ ദിവസത്തെ ആചരിക്കുന്നു. രണ്ടാമത്തെ ദിവസം, അതായത് ജൂൺ 17, വിശുദ്ധ നദാനിയേൽ അഥവാ ബർത്തലോമായി ശ്ലീഹായുടെ നാമത്തിൽ നാം ഈ ദിവസത്തെ ആചരിക്കുന്നു. മൂന്നാമത്തെ ദിവസം ജൂൺ 18, വിശുദ്ധ വലിയ യാക്കോബ് ശ്ലീഹായുടെ നാമത്തിൽ യാസവതി പുത്രൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. നാലാമത്തെ ദിവസം ജൂൺ 19, വിശുദ്ധ ചെറിയ യാക്കോബ് ശ്ലീഹ ആൽഫായുടെ മകൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ നമ്മൾ ആചരിക്കുന്നു. അഞ്ചാമത്തെ ദിവസം ജൂൺ 20, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. ആറാമത്തെ ദിവസം ജൂൺ 21, വിശുദ്ധ യൂദാ ശ്ലീഹയുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. ഏഴാമത്തെ ദിവസം ജൂൺ 22, വിശുദ്ധ മത്തിയാസ് ശ്ലീഹയുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. എട്ടാമത്തെ ദിവസം ജൂൺ 23, വിശുദ്ധ മത്തായി ശ്ലീഹ ലേവിയുടെ നാമത്തിൽ നാം ഈ ദിവസത്തെ ആചരിക്കുന്നു. ഒൻപതാമത്തെ ദിവസം ജൂൺ 24, വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹയുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാം എന്ന് ഞാൻ കരുതട്ടെ. പത്താമത്തെ ദിവസം ജൂൺ 25, വിശുദ്ധ പത്രോസ് ശ്ലീഹ ശിമോൻ ശിമയോൻ കേഫ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രോസ് ശ്ലീഹായുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. 11-ാമത്തെ ദിവസം ജൂൺ 26, വിശുദ്ധ എരിവുകാരനായ ശീമോൻ ശ്ലീഹായുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. 12-ാമത്തെ ദിവസം ജൂൺ 27, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. 13-ാമത്തെ ദിവസം ജൂൺ 28, വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ നാമത്തിൽ ഈ ദിവസത്തെ നാം ആചരിക്കുന്നു. നോമ്പ് വീടുന്നത് പൗലോസ് ശ്ലീഹായുടെ നാമത്തിൽ ആണ് നാം നോമ്പ് വീടുന്നതും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ ജൂൺ 16, ഒന്നാമത്തെ ദിവസം, വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ നാമത്തിൽ നാം ആചരിക്കുന്നു. പൗരുഷം ഉള്ളവൻ, ധീരതയുള്ളവൻ എന്ന അർത്ഥം. വിശുദ്ധ പത്രോസിൻ്റെ സഹോദരനും ബത്സൈദ ദേശക്കാരനും പത്രോസിനെ പോലെ തന്നെ മുക്കുവനുമായിരുന്ന അന്ത്രയോസ് ശ്ലീഹ ആദ്യം യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷപ്രകാരം ആദ്യം യേശുവിനെ അന്വേഷിച്ച് ചെന്ന് തന്നോട് ചേർന്നത് അന്ത്രയോസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊട്ടോക്ലേറ്റോസ്, ആദ്യം വിളിക്കപ്പെട്ടവൻ എന്ന സ്ഥാനപ്പേരുണ്ട്. പത്രോസിനെയും മറ്റ് പലരെയും യേശുവിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള ഭാഗത്ത് ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ 6-ാം അധ്യായം 8, 9 എന്നീ ഭാഗത്ത് കാണുന്നത് 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന ബാലനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും ഈ അന്ത്രയോസ് ആണ് എന്ന് കാണുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ളതിൽ യവനന്മാർ യേശുവുമായി സംസാരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നതും ഈ അന്ത്രയോസ് ആയിരുന്നു. കപ്പദോക്യ, ബിദൂന്യ, ഗലാത്യ, അഖായ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം സുവിശേഷം അറിയിച്ചു. റഷ്യയുടെ ചില പ്രദേശങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രീക്ക് റഷ്യൻ സഭ പാരമ്പര്യങ്ങളുടെ പിതാവായിട്ടാണ് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെ കരുതുന്നത്. അന്ത്രയോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഒരു പുരാതന രേഖയിൽ അദ്ദേഹം പത്രാസ് എന്ന സ്ഥാനത്ത് വെച്ച് എക്സ് ആകൃതിയിലുള്ള കുരിശിന്മേൽ
തൂക്കപ്പെട്ടു എന്ന് പറയുന്നു. തന്നിമിത്തം എക്സ് ആകൃതിയിലുള്ള കുരിശിനെ അന്ത്രയോസിൻ്റെ കുരിശ് എന്ന് പറയുന്നു. AD 69 അദ്ദേഹത്തിൻ്റെ ധീരോദാത്തമായ രക്തസാക്ഷിത്വം ഭരണാധികാരിയുടെ ഭാര്യയായ മാക്സിമയിലെ മാനസാന്തരപ്പെടുത്തി. മാക്സിമില എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതിനായി മാക്സിമിലയുടെ സഹായം തേടി വളരെ ആദരവോടെ നടത്തി എന്ന് ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് പതറാസിൽ നിന്നും കുസ്തുന്തിനോപോലിസിലേക്ക് പിന്നീട് കൊണ്ടുപോയി. ഇപ്പോൾ അത് വത്തിക്കാനിലെ ബസലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം നവംബർ 30 ആണ് നമ്മൾ ആചരിക്കുന്നത്. 12 പ്രാവശ്യം മാത്രമേ സുവിശേഷത്തിൽ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെക്കുറിച്ച് സൂചനയുള്ളൂ. ഒരു പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ഈ ശ്ലീഹായുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു ശിഷ്യൻ്റെ വിനയം ഉള്ള ആളായിരുന്നു. രണ്ടാമത്തത് ആത്മഭാരം ഉള്ളവനായിരുന്നു. മൂന്നാമത്തത് നേതാവിൻ്റെ പക്വത ഉള്ള ഒരു ശ്ലീഹ ആയിരുന്നു. ഭക്തൻ്റെ അനുസരണം ഉള്ളവൻ ആയിരുന്നു. അഞ്ചാമത്തത് ക്രിസ്ത്യാനിയുടെ പ്രവർത്തന ശൈലി ഉള്ളവൻ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ 17 ജൂൺ അതായത് രണ്ടാമത്തെ ദിവസം വിശുദ്ധ നഥാനിയേലിനെ കുറിച്ച് ബർത്തുൽമായിയെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിവരിച്ച് പറയുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം കാത്ത് പരിപാലിക്കട്ടെ. ഈ 13 നോമ്പ് വളരെ വിശ്വാസത്തോടുകൂടി നാം ആചരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സഭ നമ്മെ 5 കാനോനിക നോമ്പുകളിലൂടെ 106 ദിവസം നോമ്പ് നോക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതിൽ 13 ദിവസത്തെ നോമ്പാണ് ഇത്. വലിയ നോമ്പിന് ശേഷം ഉള്ള ആദ്യത്തെ നോമ്പാണ് ഇത് വളരെ ആദരവോടുകൂടി ഈ 13 പൗലോസ് ശ്ലീഹ സഹിതം 13 ശ്ലീഹന്മാരുടെ നാമത്തിൽ ആചരിക്കപ്പെടുന്ന ഈ നോമ്പ് വളരെ വിശുദ്ധിയോടുകൂടി നാം നോക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ നോമ്പ് നോക്കുന്നതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.